2018 പരിതാപകരമായിക്കൊണ്ടിരിക്കുക. നമ്മുടെ കുറേ ആൾക്കാർ മരിച്ച് മണ്ണിടിച്ചിൽ കാരണങ്ങൾ കാരണം. അതായത് കോട്ടയം, പിന്നെ പാല, പിന്നെ മൂവാറ്റുപുഴ ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് കേട്ടോ സംഭവം. ഇത് ഓൾറെഡി നമ്മൾ ഈ തോട്, ആറ് അതേപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ, എനിക്ക് കറക്റ്റ് ഇതിൻ്റെ കാര്യങ്ങൾ അറിയത്തില്ല, മണൽ വാരാത്തതിൻ്റെതാണോ എന്തുവാണെന്ന് അറിയത്തില്ല. പമ്പയാറൊക്കെ എന്ന് പറഞ്ഞാൽ കവിഞ്ഞ് ഒഴുകുവാണ്. ഈ ചെറിയ ഒരു മൂന്നോ നാലോ മഴ ഇന്നലെ രാത്രി തൊട്ട് അങ്ങാണ്ട് പെയ്തതിൻ്റെ ആ ഒരു ഭാഗമായിട്ട്. അപ്പം ഇതെന്താ ഇങ്ങനെ 2018 വന്നതിൻ്റെ അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ആരെയും ഭയപ്പെടുത്തുമല്ല. ഞാൻ പണ്ട് ഇതേപോലെ എറണാകുളത്ത് 2018, 19 ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ അവിടെ എറണാകുളം എടപ്പള്ളി, പിന്നെ വളഞ്ഞമ്പലം ആ ഭാഗത്താണ് കേട്ടോ പഠിച്ചത്. അപ്പം അവിടെ ജോലിക്ക് ചെയ്യുന്നുണ്ടാണ് പഠിച്ചത്. ആ സമയത്ത് റൂം കാര്യങ്ങൾ നിൽക്കുന്ന സമയത്ത് ഇതേപോലെ വാർത്താ കാര്യങ്ങൾ കാണാം. നോക്കുമ്പം വെള്ളപ്പൊക്കം വന്ന ആ സമയം അതാണ്. അതേപോലെ മുല്ലപ്പെരിയാർ ഡാം, മുല്ലപ്പെരിയാറിൻ്റെ ഇത് എന്തെങ്കിലും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കപ്പാസിറ്റി ഇടുക്കി ഡാമിന് പിടിച്ച് നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ അതുകൂടെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ആലപ്പുഴ, അങ്ങനെ കുറേ ഭാഗങ്ങൾ. ഇതൊക്കെ നമ്മുടെ ആൾക്കാർ, അധികാരികളൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഇഷ്യൂ ആവും. എന്താണെന്നോ എന്തോ. പിന്നെ നമ്മൾ ചുമ്മാ വീഡിയോ ഇതേപോലെ ഈ പറഞ്ഞ പോലെ പണിയില്ലാത്തതുകൊണ്ട് ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയാണ്. അങ്ങനെ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താ പറയേണ്ടതെന്ന് കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്ത് വീഡിയോ ചെയ്യാനാ. ആകെ ഓൾറെഡി ഈ കഴിഞ്ഞിടയ്ക്ക് ആസാം കാര്യങ്ങൾ, അത് കുറേ വർഷങ്ങൾ കൊണ്ട്, പിന്നെ മണിപ്പൂർ വെള്ളത്തിലാവുക, മറ്റേ സാധന സമരങ്ങൾ, അതേപോലെ ജന്തർ മന്തർ കാര്യങ്ങൾ കാരണം അതിൻ്റെ കുറേ ഇഷ്യൂ കാര്യങ്ങൾ. അത് നമ്മുടെ ഭാഗത്തായിരുന്നു ന്യായം. അതായത് പിള്ളേരുടെ ഭാഗത്ത് തന്നെ ന്യായം. ഈ പറഞ്ഞാൽ ഇപ്പോൾ പുതിയൊരു ഇഷ്യൂ കൂടെ ഉണ്ട്. അത് E20. എൻ്റെ വണ്ടിക്ക് E20 സപ്പോർട്ട് ചെയ്യും കേട്ടോ. സാധാ വണ്ടിക്കകത്തൊക്കെ സപ്പോർട്ട് ചെയ്യത്തില്ല. അത് അങ്ങനെ E20 എല്ലാ പമ്പിലും ഇല്ല. E20 എല്ലാ പമ്പിലും ഇല്ലാത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടൗൺ ഏരിയയിൽ എവിടെയെങ്കിലും മാത്രമേ ഉള്ളൂ E20. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് പ്യുവർ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് 100 ചില്ലാനം രൂപയുടെ പെട്രോൾ E20 കലർന്നത് മേടിച്ചടിക്കുമോ, അതോ 40 കിലോമീറ്റർ അപ്പുറത്ത് പോയി പ്യുവർ പെട്രോൾ മേടിച്ചടിക്കാം. പ്യുവർ പെട്രോൾ, ക്രൂഡ് ഓയിൽ എങ്ങാണ്ട് വില കാര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാരിൻ്റെ അകത്ത് അധികം ഇത് കൈ കടത്തിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കേന്ദ്രത്തിന് ക്രൂഡ് ഓയിൽ കാര്യങ്ങൾ വില കുറയുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങൾ, മറ്റ് രാജ്യങ്ങളിലൊക്കെ, നമ്മുടെ ഭൂട്ടാൻ, പിന്നെ നേപ്പാൾ, അവിടെയൊക്കെ എന്ന് വെച്ചാൽ പ്യുവർ പെട്രോളിന് 120 രൂപയ്ക്കകത്തേ ഉള്ളൂ. പിന്നെ അങ്ങനെ കുറേ ഇഷ്യൂസ് കാര്യങ്ങൾ എന്തൊക്കെ നടക്കുന്നതെന്ന് വലിയ ലാഭം പറഞ്ഞ പോലെ. മറ്റേ ചെറുക്കനുണ്ടല്ലോ, ഹാഷിർ എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞ പോലെ, ഈ കൊച്ചു കേരളത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ കൊച്ചു ഭൂമിയിൽ എന്താ സംഭവിക്കുന്നത്. നമ്മൾ മനുഷ്യരായിട്ട് കുറേ കാരണങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതിന് അങ്ങനെ കുറേ സംഭവങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ വരും. അല്ലാതെ നോർമലായിട്ട് കുറേ സാധനങ്ങൾ വരും. അപ്പം ഓൾറെഡി ഈ പുഴയുടെ തീരത്തൊക്കെ വീട് നമ്മുടെ പണ്ട് ഇല്ല. അതും ഈ പറഞ്ഞ പോലെ, അവൻ പറഞ്ഞ പോലെ ഉഴുന്നുവടയ്ക്കകത്ത് നമ്മുടെ പൂർവികർ കിഴുത്തയിട്ട് ഉണ്ടംപുരിയൊക്കെ ഉണ്ടാക്കിയത് കണ്ടുപിടിച്ച്, നമ്മുടെ പൂർവികർ കണ്ടുപിടിച്ചുകൊണ്ട് നമുക്കിങ്ങനെ തിന്നാൽ മാത്രം മതി. എന്ന് പറഞ്ഞാൽ ഈ പുഴയുടെ തീരത്ത് ഇങ്ങനെയൊക്കെ വീട് കാര്യങ്ങൾ വെക്കുക, അതേപോലെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതാക്കി. അതെല്ലാം ആരെയും കുറ്റം പറയുന്നതല്ല. ഇത് ഇച്ചിരി ലോങ് ഒക്കെ ആയിട്ട് സ്ഥലം ഓൾറെഡി നമ്മൾ സർക്കാർ പരമായിട്ടുള്ള സ്ഥലങ്ങൾ കുറേ കിടപ്പുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ അങ്ങോട്ട് മാറ്റി പാർപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിയിടണം. അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് ദുരന്തങ്ങളൊക്കെ എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം മാത്രമാണ്, ഞാൻ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. എന്താ അപ്പോൾ ചുമ്മാ വീഡിയോ ഒന്ന് ചെയ്തതന്നേ ഉള്ളൂ. ശരി എന്നാ ഗൈസ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ വണ്ടിയുടെ കാര്യം, നിങ്ങൾക്ക് വണ്ടി വേണ്ടേ? അതായത് 10 രൂപയ്ക്ക് നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾ കയറി കണ്ടു നോക്കിയാൽ 10 രൂപയ്ക്ക് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തിട്ട് നമ്മുടെ ഈ ചാനൽ മാത്രം സബ് ചെയ്താൽ മതി. ഒരു 20,000-ഓളം പേര് 10 രൂപ വെച്ച് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി ലോൺ അടച്ച് ക്ലോസ് ചെയ്യാനുള്ള ഫണ്ടാവും. അപ്പോഴത്തേക്ക് ഒരു 3-4 മാസം വണ്ടിയുടെ സെക്കൻഡ് സർവീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ലോണ് പിന്നെ ബാക്കിയുള്ള എല്ലാം ക്ലിയർ ആക്കിയിട്ട്
നിങ്ങൾക്ക് ഗിവ് അവേ അല്ല, ഇത് 10 രൂപ ആളുകളുടെ നിന്ന് മേടിച്ച് കഴിയുമ്പോൾ ഇത് ജസ്റ്റ് നറുക്കെടുപ്പ് പോലെ സംഭവമാണ്. അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. 10 രൂപ വെച്ച് നിങ്ങൾ ഒരു 20,000-ഓളം പേര് ഇടുക. അതേപോലെ നിങ്ങൾക്ക് എത്രയും ഗൂഗിൾ പേ ID ഉണ്ടോ അതിൽ നിന്ന് 10 രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സുഹൃത്തുക്കൾക്ക്, അതേപോലെ എൻ്റെ ബന്ധുക്കൾക്ക്, കൂട്ടുകാരൻ്റെ കൂട്ടുകാരന് ഒന്നും ഇത് നമ്മൾ കൊടുക്കത്തില്ല കേട്ടോ. അങ്ങനെയും കറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും, അത് ഞാനാണെങ്കിലും അങ്ങനെ തന്നെ പറയുള്ളൂ. പക്ഷേ നമ്മൾ അങ്ങനെ അത് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്കത് കൊടുക്കില്ല. അത് നമ്മൾ പിന്നെ സെപ്പറേറ്റ് സെറ്റാക്കും. ഇത് ശരിയെന്നാൽ ആ വീഡിയോസ് കാര്യങ്ങൾ ലിങ്കെല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയും എനിക്കൊരു 10-20 ചില്ലാനം യൂട്യൂബിൽ 21,000-ഓളം ഒരു 20,000 സബ് എങ്കിലും ആക്കി എടുക്കണമെന്നൊരാഗ്രഹമുണ്ട്. പിന്നെ ബാക്കി കണ്ടമാനം വീഡിയോസ് കാര്യങ്ങളൊന്നും നോക്കണ്ട, അതെല്ലാം അളമ്പ് വീഡിയോസാണ്. ഞാൻ ഈ താഴെ കൊടുത്തേക്കുന്ന ആ വീഡിയോ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഇത് മാത്രം നോക്കി ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെക്ക് ചെയ്യുക, താല്പര്യമുള്ളവർ. അപ്പോൾ ശരിയെന്നാൽ ഓക്കെ. ഇവിടെ ആയതുകൊണ്ട് ഇന്ന് പണി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എണ്ണീറ്റ് നേരെ പമ്പിൽ പോയി കുറച്ച് പെട്രോൾ അടിച്ച് അവിടെ നിന്ന് നമ്മൾ സ്ഥിരം വീഡിയോ എടുക്കുന്ന സ്പോട്ടിലോട്ട് വന്നതാണ് കേട്ടോ. ഇന്നലെ ഇവിടെ വെച്ചിട്ട് ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ മൊത്തമാണ് വെള്ളം കയറി കണ്ട. ഇവിടെ വെള്ളം കയറി വണ്ടി ഇരിക്കുന്നുണ്ട് അവിടെ. ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കിടിലം ഫോട്ടോ എടുക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ മൊത്തം ഇപ്പം വെള്ളമായി കണ്ട. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ മറ്റേ കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന് കാണിച്ചു തന്ന വെള്ളച്ചാട്ടമാണ് കേട്ടോ. ആ കാണുന്നത് കണ്ടോ. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ വേണേൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷന് അതിൻ്റെ ലിങ്ക് കൊടുക്കുക, അത് നോക്കിയാൽ മതി. നമ്മൾ അവിടെ ഇറങ്ങി പോയതാണ് കേട്ടോ. ഇപ്പോൾ ഒന്നുകൂടെ ചെറിയ 4 മഴ പെയ്തപ്പോഴത്തേക്ക് പിന്നെ അവസ്ഥ ഇതായി. നല്ല വെള്ളമുണ്ട് കേട്ടോ ഇപ്പോൾ. കണ്ടോ.